ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പല പുരുഷന്മാരും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ അറിയാതെ ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതൊക്കെ മിസ്റ്റേക്കുകളായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതെപ്പോഴും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം അധികകാലം മുന്നോട്ട് പോവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണയായിട്ട് പുരുഷന്മാർ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാവുള്ളൂ. മനസ്സിലാക്കിയിട്ട് നിങ്ങളായിട്ട് തിരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാളുടെ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട് പോകുന്നൊരു അവസ്ഥയിലായിരിക്കാം. അതായത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കാം ഇപ്പം നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും. അപ്പൊ പല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ഫലം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ പലരും സംസാരിച്ചിട്ടുണ്ടായിരിക്കാം, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് മീൻസ് കൗൺസിലിംഗ് പോലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയല്ലേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ പല അടവും പയറ്റി നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് സോൾവ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോ കോഴ്സുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വാട്സപ്പ് ഗൈഡൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് റിലേഷൻഷിപ്പ് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇനിയിപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം പിന്നീട് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പേഴ്സണൽ ഗൈഡൻസ് ആണ്, നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു അതായത് കൃത്യമുള്ള ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ് ഓക്കെ ആവണം എന്നൊരു ആഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരാം. പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് പുരുഷന്മാർ സാധാരണയായിട്ട് ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്റെ പാർട്ട്ണറെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് ചെയ്യുക, ബ്രേക്കപ്പ് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവർ തമ്മിൽ പല വാക്ക് തർക്കങ്ങളും ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പോൾ ഭാര്യ ഭർത്താവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ട് വരാം. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരാം. ആ ഒരു ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ഭാര്യയോട് നീ മിണ്ടാതിരിക്കും, നീ ഒന്നും പറയണ്ട എന്ന് പറയാറുണ്ട്. അതായത് അവിടെ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അത് പറയാനുള്ള അവസരം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വന്നുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിരന്തരമായിട്ട് പറയുമ്പോൾ നിങ്ങൾ അവരെ കൂട്ടിലിടുകയാണെന്നൊരു തോന്നലാണ് അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം, അതായത് അവരെന്തെങ്കിലും കാര്യം പറയാൻ വരുന്ന സമയത്ത് നീ മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കാതിരിക്കുക, അവരെ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണറുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അവരുടെ ക്ഷീണം ഒന്നും മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യാറുണ്ട്. അതായത് പല പുരുഷന്മാർക്കും അവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആളുടെ മാനസികാവസ്ഥ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്ക് തീരെ വയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളത് പരിഗണിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഓക്കെ, നിനക്ക് ക്ഷീണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ദിവസം പോവാം എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അതൊന്നും കാര്യമില്ല, നീ വേറെ റെഡി ആവും എന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു ഭാര്യയായാലും അല്ലെങ്കിൽ ഏത് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തന്റെ ക്ഷീണങ്ങളും തന്റെ മാനസിക പ്രശ്നങ്ങളും ഒക്കെ താൻ സ്നേഹിക്കുന്ന ഒരാൾ മനസ്സിലാക്കണം എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു കുറവായിട്ട് അവരത് കണക്കാക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ ക്ഷീണമോ അല്ലെങ്കിൽ അവരുടെ അപ്പോഴത്തെ സാഹചര്യങ്ങളോ അവസ്ഥയോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത്, തന്റെ പാർട്ട്ണർ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന് നിന്ന് കൊടുക്കാതിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവുക അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരാളെന്നുള്ളതാണ്. കാരണം അവരുടെ മനസ്സിലുള്ള ഭാരം ഒന്ന് താഴത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാനുണ്ടായിരിക്കണം. അതിന് അവർ ഏറ്റവും ആദ്യം മനസ്സിൽ കാണുന്നത് താൻ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷന്റെ മുഖമായിരിക്കാം. അപ്പോൾ ആ രീതിയിലായിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അവൾ എന്നോട് ഈ കാര്യം പറയുന്നത് അവൾക്ക് ഇതിന് വേണ്ട സൊല്യൂഷൻ, അതായത് ഇതിന് എന്ത് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യം മുഴുവനായിട്ട് കേൾക്കാതെ അതിനുള്ള സൊല്യൂഷൻ അങ്ങോട്ട് പറയാൻ ശ്രമിക്കും. എന്നിട്ട് ആ സൊല്യൂഷൻ അവരുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നീ ഇതന്നെ ചെയ്യും, ഇങ്ങനെ ചെയ്ത് നിനക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും, നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന
ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാര്യം പൂർണ്ണമായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിരുന്നാൽ തന്നെ അവർക്ക് പകുതി സമാധാനമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിന് നിന്ന് കൊടുക്കാനായിട്ട് തയ്യാറാവുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നാലാമതായിട്ട് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഇതിലിപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോകാനൊക്കെ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കാം. അത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരത് മറ്റാരെങ്കിലും വഴി അറിയേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അത് അവർ വളരെയധികം ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ്. ബിക്കോസ് എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആ ഒരാൾ ഇങ്ങനെ എങ്ങോട്ടേലും പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, അപ്പോൾ എനിക്ക് ഇത്ര വില തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അവരുടെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ലേ, ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസും അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹം കുറയ്ക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ മൂന്നാമതൊരാൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. സോ ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ്. നിങ്ങൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരാൾ പറഞ്ഞിട്ട് അവർക്ക് അറിയേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. നിസ്സാരമായിട്ട് കാണുമെന്ന് പറയുമ്പോൾ ഇവർ ചെയ്തു തരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാണുന്നുണ്ടാവും. പ്രത്യേകിച്ച് അതിന് വാല്യൂ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അതായത് ഇത് അവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ തന്നെ തള്ളിക്കളയും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ അവരുടെ കഷ്ടപ്പാടുണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു ചായ ഇട്ട് തരികയാണെങ്കിലും അതിന് കുറച്ച് ടൈം എടുക്കും, ഒരു 5 മിനിറ്റെങ്കിലും അതിനെടുക്കും. അതിന് വെള്ളം വെക്കണം, പഞ്ചസാര ഇടണം, ചായപ്പൊടി ഇടണം, പല കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇവരതിന്റെ പുറകിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വെറുതെ ഇരുന്നുകൊണ്ട് ചായ കൊണ്ടും തരില്ലല്ലോ, നിങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അവരതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അവരുടെ ടൈം നിങ്ങൾക്ക് വേണ്ടി അവരവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവരവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൈം കളയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ചായ ഇടാനായിട്ട് ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നീ എന്താ ചായ ഇത്ര നേരം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു 5-10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നീ മെല്ലെ ചെയ്താൽ മതി എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനാണ് സാധാരണ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് എടുക്കരുത്. അവർ ചെയ്തു തരുന്നതിന് അതിൻ്റെതായ വില കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഒരു താങ്ക്സ് പറയുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ അവരെക്കാൾ താഴെയാവാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ അവരോട് താങ്ക്സോ അല്ലെങ്കിൽ സോറിയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മുകളിലാണ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് നിസ്സാരമായിട്ടൊന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പുരുഷന്മാർ വരുത്താറുള്ള മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്. ഇത് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ഇതിനപ്പുറത്തേക്ക് കുറേ ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പൊ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മളിടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കാം. അതേപോലെ നിങ്ങളുടെ ചുറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന റിലേഷൻഷിപ്പിലുള്ള കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ഇതിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഇവർക്ക് അത് അയച്ചു കൊടുത്താൽ കൊള്ളാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ വീഡിയോ അപ്പോൾ തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.